2025 ഒക്ടോബർ 29 സിറാജ് എഡിറ്റോറിയൽ. SIR-ഉം പ്രവാസികളും. കേരളത്തിൽ SIR-ന് തുടക്കമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ അത് കഴിയുന്നതുവരെ നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒറ്റക്കെട്ടായുള്ള അഭ്യർത്ഥന നിരസിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ SIR ജോലികൾ തുടങ്ങാൻ ഉത്തരവിട്ടത്. ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കാനും പരിഷ്കരണം വരുത്താനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ഉൾക്കൊണ്ട് അത് പരിഹരിക്കലും ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേക സാഹചര്യങ്ങളിൽ വിലയിരുത്തി കാര്യങ്ങൾ നിർവഹിക്കലും ജനാധിപത്യപരമായ മര്യാദയാണ്. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പരിഗണിച്ച് SIR നീട്ടിവെക്കണമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഡോക്ടർ രത്തൻ ഗേൽക്കറും ആവശ്യപ്പെട്ടതാണ്. ഇവിടെ SIR-ന് സഹായകമായ സാഹചര്യമല്ല നിലവിലുള്ളതെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ആവശ്യമുന്നയിച്ചത്. അത് മാനിക്കാനുള്ള മര്യാദയും പ്രകടിപ്പിച്ചില്ല ജ്ഞാനേഷ് കുമാർ. വടക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ധാരാളമായി കുടിയേറുകയും വോട്ടർ പട്ടികകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെ ഒഴിവാക്കുകയാണ് SIR-ന്റെ ലക്ഷ്യമായി തുടക്കത്തിൽ പറയപ്പെട്ടിരുന്നത്. രാജ്യത്തിന്റെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ അത്തരമൊരു കുടിയേറ്റ സാഹചര്യമോ സാധ്യതയോ ഇല്ല. പിന്നെ എന്തിന് കേരളത്തിൽ SIR നടപ്പാക്കണം? മുമ്പ് നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനു ശേഷം രാജ്യത്തെ പല പ്രദേശങ്ങളും നഗരവൽക്കരിക്കപ്പെടുകയും അവിടങ്ങളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ധാരാളമായി നടക്കുകയുമുണ്ടായി. ഇവർ കുടിയേറിയ പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടാകില്ല. അവരെ കൂടി ലക്ഷ്യമാക്കിയാണ് SIR എന്നായിരുന്നു മറ്റൊരു ന്യായീകരണം. എന്നാൽ ബീഹാറിൽ നടന്ന SIR-ൽ വോട്ടർമാരെ ചേർക്കുന്നതിനു പകരം പട്ടികയിലുള്ളവരെ, അതും ചില പ്രത്യേക വിഭാഗക്കാരെ പുറത്താക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നേരത്തെ 7.89 കോടി പേരുണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം SIR-നു ശേഷം 7.42 കോടിയായി കുത്തനെ ഇടിയുകയായിരുന്നു. ബീഹാറിൽ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ നിന്നാണ് വോട്ടർമാരെ കൂടുതലായി ഒഴിവാക്കിയതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. സാർവത്രിക വോട്ടവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 326-ന് ഘടക വിരുദ്ധമാണിത്. ഇവിടെയാണ് SIR വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിലുപരി പൗരത്വ നിർണയത്തിലേക്കുള്ള വളഞ്ഞ വഴിയാണോ എന്ന് സംശയിക്കപ്പെടുന്നത്. ഇന്ത്യൻ പൗരനാണെന്ന് സ്വയം തെളിയിക്കുന്നവർക്ക് മാത്രം വോട്ടവകാശം നൽകുന്ന SIR വോട്ടവകാശത്തിൽ രാജ്യം ഇന്നുവരെ പുലർത്തി വന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയുടെ പൗരത്വം വ്യാജമാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അധികാരികളുടെ ചുമതലയാണ്, പൗരന്മാരല്ല. എന്നാൽ SIR-ലെ ചട്ടങ്ങൾ പ്രകാരം ഇത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുവഴി സാർവത്രിക വോട്ടവകാശമെന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനശില ഇല്ലാതാക്കി വോട്ടവകാശം കേന്ദ്രത്തിലെ ഫാഷിസ ഭരണകൂടം താൽപ്പര്യപ്പെടുന്ന ചില വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സന്ദേഹിക്കപ്പെടുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്നു. മോദി സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി എക്സിക്യൂട്ടീവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയത് ഇതിനായിരുന്നല്ലോ. മറ്റാരെക്കാളും ആശങ്കാകുലരാണ് വോട്ടർ പരിഷ്കരണത്തിൽ പ്രവാസികൾ. 2023 കണക്കനുസരിച്ച് കേരളീയരായ പ്രവാസികളുടെ എണ്ണം 22.5 ലക്ഷം വരും. ഇവരിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 90,051 മാത്രമാണ്. ബാക്കി വരുന്ന 21 ലക്ഷത്തിലധികം പേർ പട്ടികയ്ക്ക് പുറത്താണ്. നേരത്തെ പട്ടികയിൽ ഇടം നേടിയ പ്രവാസികൾക്ക് ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്താൽ പുതിയ പട്ടികയിൽ ഇടം നേടാനായേക്കും. ബൂത്ത് ലെവൽ ഓഫീസർ അവരുടെ വീട്ടിൽ പരിശോധിച്ച് അവിടുത്തെ താമസക്കാരനാണെന്ന് ഉറപ്പുവരുത്തുന്നതോടെ അയാളുടെ വോട്ടവകാശം ഉറപ്പാകും. മറ്റുള്ളവരുടെ കാര്യം അല്പം പ്രയാസമാണ്. അവർ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രേഖകളിൽ ഏതെങ്കിലും ഹാജരാക്കി പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ
കേരളീയനാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് SIR പൂർത്തിയാക്കുന്നതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച കാലാവധി 3 മാസമാണെന്നിരിക്കെ ഈ സമയത്തിനിടയ്ക്ക് രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പാക്കാൻ മിക്ക പ്രവാസികൾക്കും സാധ്യമാകണമെന്നില്ല. ബൂത്ത് ഓഫീസർ പരിശോധനയ്ക്ക് വരുമ്പോൾ വീട്ടുകാരനും ചിലപ്പോൾ കുടുംബവും വിദേശത്തായിരിക്കും. ഇത് വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ ഇടയാക്കും. ബീഹാറിൽ ജോലി ആവശ്യാർത്ഥം ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ. ഇവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടുകൂടാ. പ്രവാസികളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആകരുത് SIR. പ്രവാസികളുടെ വോട്ടവകാശം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. അതിലുപരി ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന സമത്വവും സാർവത്രിക വോട്ടവകാശവും ഉറപ്പുവരുത്തുന്നതിൽ അനിവാര്യ ഘടകം കൂടിയാണ്.